ഭാരത ക്രൈസ്തവ വിശ്വാസികളെ ക്രിസ്തുവിൽ ജനിപ്പിച്ച സ്ഥാപക പിതാവായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 52 ഭാരതത്തിലെത്തി സുവിശേഷ പ്രചാരണം നടത്തി. AD 72 മാർത്തോമാ ശ്ലീഹ കൊല്ലപ്പെടുകയും മദ്രാസിലെ മൈലാപ്പൂരിൽ ഖബറടങ്ങുകയും ചെയ്തു. മാർത്തോമാ ശ്ലീഹ നട്ടുവളർത്തിയ സഭയിലെ മാർത്തോമൻ നസ്രാണികൾ ഭാരതത്തിൽ 14 നൂറ്റാണ്ടുകളോളം സമാധാനമായി നിലകൊണ്ടു. 15-ാം നൂറ്റാണ്ടിൽ കച്ചവടത്തിനായി എത്തിയ വൈദേശികർ ഇവിടെയുള്ള നസ്രാണികളുടെ ബാഹുല്യം തിരിച്ചറിയുകയും അവരെ പത്രോസിന്റെ പിൻഗാമിയായ റോമൻ മാർപ്പാപ്പയുടെ കീഴിൽ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് ചേർക്കുവാൻ ശ്രമം നടത്തി. 1599 ഉദയംപേരൂർ സുന്നഹദോസിലൂടെ ചരിത്രരേഖകൾ കത്തിച്ച് നശിപ്പിച്ച് ബിഷപ്പ് മെനസിസിന്റെ നേതൃത്വത്തിൽ നിർബന്ധിത കത്തോലിക്കാവൽക്കരണം നടത്തി. ചതി മനസ്സിലാക്കിയ മലങ്കര നസ്രാണികൾ മാർത്തോമൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ തീരുമാനിക്കുകയും 1653 മട്ടാഞ്ചേരിയിൽ സംഘടിപ്പിച്ച കൂനൻ കുരിശ് സത്യത്തിലൂടെ വൈദേശിക ആധിപത്യത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മാർത്തോമൻ പൈതൃകത്തിൽ ഉറച്ചുനിന്നു. അപ്പോഴേക്കും കാത്തോലിക്ക സഭ ഇവിടെ വേരൂന്നുകയും അനേകം വിശ്വാസികൾ കാത്തോലിക്ക വിശ്വാസത്തിലാവുകയും ചെയ്തു. മലങ്കര സഭയിലെ ആദ്യ പിളർപ്പായിരുന്നു അത്. വീണ്ടും പല ഘട്ടങ്ങളിൽ ചിലരുടെയൊക്കെ വ്യക്തിഗത താൽപര്യങ്ങൾ കാരണം സഭയിൽ പിളർപ്പുകൾ ഉണ്ടായി. ഓരോ പിളർപ്പിലും കുറെ വിശ്വാസികളെങ്കിലും അവരോടൊപ്പം പോയി. എങ്കിലും കൂനൻ കുരിശ് സത്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മാതൃസഭ മലങ്കര മെത്രാപ്പൊലീത്താന്മാരുടെ നേതൃത്വത്തിൽ മാർത്തോമൻ പൈതൃകത്തിൽ തന്നെ നിലകൊണ്ടു. പിളർപ്പുകളുടെ കൂട്ടത്തിൽ 1663 കടവിൽ ചാണ്ടി കത്തനാർ റോമൻ സുറിയാനി വിഭാഗവും 1772 കാട്ടുപങ്ങാട് കുറിലോസ് തിരുമേനി തൊഴിയൂർ സഭയും 1877 പാലാക്കുന്നത്ത് മാർ അത്താനാസിയോസ് തിരുമേനി മാർത്തോമാ സഭയും സ്ഥാപിച്ചു. പിളർപ്പുകളെയെല്ലാം അതിജീവിച്ച് കൂനൻ കുരിശ് സത്യത്തിലെ പ്രഖ്യാപനം മുറുകെ പിടിച്ച മാർത്തോമൻ പൈതൃകത്തിൽ ഉറച്ചു നിൽക്കുകയും 1912 സ്വയം ശീർഷക സഭയായി ഉയർത്തുകയും മലങ്കരയിൽ സ്വതന്ത്ര കത്തോലിക്കാറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടിൽ മാർത്തോമാ ശ്ലീഹായാൽ എഡേസയിൽ സ്ഥാപിതമായ മാർത്തോമയുടെ ശ്ലൈഹിക സിംഹാസനം മലങ്കരയിലേക്ക് മാറ്റി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. പരിശുദ്ധ പൗലോസ് ഒന്നാമൻ എന്ന നാമധേയത്തിൽ മലങ്കരയിലെ 1-ാം കത്തോലിക്കായെ വാഴിച്ചു. ഇതിനെയാണ് വിമത വിഭാഗം പുതിയ സഭയുണ്ടാക്കിയെന്ന് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. ഇവിടെ പുതിയ സഭയല്ല, പകരം നിലവിലുള്ള സഭയുടെ വളർച്ചയുടെ ഭാഗമായി ഉണ്ടായ നടപടിക്രമങ്ങൾ മാത്രം. ദിവന്നാസിയോസ് ആറാമനായ പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവന്നാസിയോസ് തിരുമേനി മലങ്കര മെത്രാപ്പൊലീത്തായും പൗലോസ് ഒന്നാമനായ പൗരസ്ത്യ കത്തോലിക്കായും ചേർന്ന മാർത്തോമൻ പൈതൃകത്തിൽ ഓർത്തഡോക്സ് വിശ്വാസത്തിൽ സഭയെ നയിച്ചു. ഒരു വിമത വിഭാഗം അന്ത്യോക്യൻ പാത്രിയാർക്കീസിനെ കൂട്ടുപിടിച്ച പാത്രിയാർക്ക വിഭാഗം എന്ന പേരിൽ സഭയ്ക്കുള്ളിൽ ഗ്രൂപ്പുണ്ടാക്കി. അവരുടേതായി ഒരു ബദൽ കാത്തോലിക്കയെ മഫ്രിയാനയായി അവതരിപ്പിച്ച വട്ടിപ്പണത്തിനു വേണ്ടി സഭാ നേതൃത്വത്തിനെതിരെ കേസ് കൊടുത്തു. 1924 കേസ് അവർ തോറ്റു. ഇതിനിടയിൽ 1930 മാർ ഇവാനിയോസ് തിരുമേനി സഭയിൽ നിന്നും പുറത്തുപോയി മലങ്കര റീത്ത് സ്ഥാപിച്ചു. സഭയുടെ വളർച്ചയുടെ ഭാഗമായി 1934 മലങ്കര അസോസിയേഷനിൽ വെച്ച് ഒരു ഭരണഘടന പാസാക്കി. 1934 പാസാക്കിയത് എന്ന കാരണത്താൽ പിൽക്കാലത്ത് ഇതിനെ 34 ഭരണഘടന എന്ന് വിളിച്ചു. ഈ ഭരണഘടനയ്ക്കെതിരെ 1938 വിമത പാത്രിയാർക്ക വിഭാഗം കോടതിയിൽ കേസ് കൊടുത്തു. 1-ാം സമുദായ കേസ്. 1958 സുപ്രീം കോടതിയിൽ നിന്നും വിധി വന്നു. സഭ ജയിച്ചു. വിമത പാത്രിയാർക്ക വിഭാഗം തോറ്റു. ഒപ്പം വലിയൊരു തുക പിഴ സഭയ്ക്ക് നൽകാനും വിധിച്ചു. അന്നത്തെ അന്ത്യോക്യൻ പാത്രിയാർക്കീസ് നേരിട്ട് ഇടപെട്ട് കോടതി വിധി അനുസരിച്ച് എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ച് എല്ലാവരും ഒന്നായി. അന്നത്തെ പാത്രിയാർക്കീസും മലങ്കരയുടെ പൗരസ്ത്യ കത്തോലിക്ക പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാവയും ഒന്നിച്ച് 1958 മലങ്കരയിൽ വെച്ച് സഭ ഒന്നാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ സഭ ഒന്നായി തുടർന്നു. 1964 ഇതേ പാത്രിയാർക്കീസ് ഔഗേൻ തീമോത്തിയോസ് തിരുമേനിയെ പൗരസ്ത്യ കത്തോലിക്കയായി 1964 വാഴിക്കുകയും ചെയ്തു. വിമത പാത്രിയാർക്ക വിഭാഗത്തിനു വേണ്ടി 1928 ഔഗേൻ തീമോത്തിയോസ് മെത്രാനായി വാഴിച്ചത്. എന്നാൽ ഏറെക്കാലം അന്ത്യോക്യയിൽ പാത്രിയാർക്കീസിനോടൊപ്പം താമസിച്ച് നേരിട്ട് മനസ്സിലാക്കിയ സത്യത്തിന്റെ വെളിച്ചത്തിൽ ഔഗേൻ തിരുമേനി 1942 വിമത വിഭാഗത്തെ ഉപേക്ഷിച്ച് സഭയോട് ചേർന്നിരുന്നു. ആ കാരണത്താൽ ഔഗേൻ തിരുമേനിയെ പാത്രിയാർക്കീസ് മുടക്കുകയും ചെയ്തു. എന്നാൽ അതേ ഔഗേൻ തിരുമേനിയെ അതേ പാത്രിയാർക്കീസ് തന്നെ പൗരസ്ത്യ കത്തോലിക്കയായി വാഴിക്കേണ്ടി വന്നു എന്നത് ചരിത്രവുമാണ്, ദൈവനിശ്ചയവുമായിരുന്നു. എന്നാൽ സ്വാർത്ഥമോഹികളായ ചിലരുടെ നേതൃത്വത്തിൽ 1970 വിമത പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. മാർത്തോമാ ശ്ലീഹയുടെ പൗരോഹിത്യമാണ് കാരണമായി വിമതർ ഉയർത്തിക്കാട്ടിയത്.
മലങ്കര സഭയുടെ ആശ്രമത്തിൽ വളർന്ന വൈദികനായി സഭയുടെ പള്ളിയിൽ വികാരിയായിരുന്ന ഫാദർ CM തോമസ് 1974 വിമത വിഭാഗത്തിന് വേണ്ടി ബദൽ മെത്രാനായി മലങ്കരയിൽ പ്രത്യക്ഷപ്പെട്ടു. പാലൂട്ടിയ കൈക്ക് തന്നെ കൊത്തിയ പോലെ സഭയും വിമത വിഭാഗവും തമ്മിൽ വീണ്ടും കേസുണ്ടായി. മലങ്കര സഭയ്ക്ക് അനുകൂലമായി 1995 വിധി വന്നു. ഇന്നത്തെ ശ്രേഷ്ഠൻ ഉൾപ്പെടെ വിമത വിഭാഗം മെത്രാൻമാർ 34 ഭരണഘടന അംഗീകരിച്ച് സഭയോട് ചേർന്ന് യോജിച്ച് നിലകൊള്ളാമെന്ന കോടതിയിൽ സത്യവാങ്മൂലം എഴുതി ഒപ്പിട്ടുകൊടുത്തു. മാത്രമല്ല, ചില നിബന്ധനകൾ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. സഭയുടെ 34 ഭരണഘടനയിൽ ചില ഭേദഗതി വേണമെന്നും നിലവിലെ മലങ്കര മെത്രാപ്പൊലീത്ത രാജിവെച്ച് പുതിയ തിരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും പുതിയ തിരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തണമെന്നും അവർ കോടതിയിൽ ആവശ്യപ്പെട്ടു. സഭ ഇത് മൂന്നും അംഗീകരിച്ചു. കോടതിയും അനുകൂലിച്ചു. അങ്ങനെ 2002 പരുമലയിൽ അസോസിയേഷൻ വിളിച്ചുകൂട്ടി. ചിലവിനുള്ള തുക ഇരുകൂട്ടരും തുല്യമായി കെട്ടിവെച്ചു. മേൽനോട്ടത്തിനായി സുപ്രീം കോടതിക്ക് വേണ്ടി ജസ്റ്റിസ് മളിമഠ് എത്തി. ഇരുവിഭാഗങ്ങളുമായി സൗഹൃദ സംഭാഷണം നടത്തി. പെട്ടെന്നൊരു ഫോൺ കോൾ വിമത വിഭാഗത്തിനെത്തി. ശേഷം ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിമതർ ഒന്നടങ്കം ഇറങ്ങിപ്പോയി. അതിനെ തുടർന്ന് വിമതർ അന്നത്തെ ദിവന്നാസിയൂസ് ഇന്നത്തെ ശ്രേഷ്ഠന്റെ നേതൃത്വത്തിൽ ബദൽ യോഗം ചേർന്ന പുതിയ സഭയും പുതിയ ഭരണഘടനയും ഉണ്ടാക്കി. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭ 2002 എന്ന പേരിൽ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു. 1995 വിധിന്മേൽ അപ്പീലുമായി സുപ്രീം കോടതിയിൽ പോയി ഞങ്ങളാണ് യഥാർത്ഥ സഭ എന്നും പേരിൽ യാക്കോബായ എന്നുണ്ടെന്നും വാദിച്ചു. തർക്കമുള്ള പള്ളികളായി 1064 കൂടെ 600 ചേർന്ന 1664 പള്ളികളുടെ ലിസ്റ്റ് കോടതിയിൽ വിമതർ തന്നെ കൊടുത്തു. 2017 അന്തിമ വിധി വന്നു. വിമതർ 8 നിലയിൽ പൊട്ടി. ഇപ്പോൾ രാഷ്ട്രീയക്കാരെ കൂട്ടുപിടിച്ച് കോടതി വിധി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് സത്യം. കാലാകാലങ്ങളായുള്ള വൈദേശികാധിനിവേശങ്ങളുടെ ബാക്കി പത്രമായുണ്ടായ വിഭജനങ്ങളിൽ ആളും സ്വത്തും പലവരും നഷ്ടപ്പെട്ടിട്ടും മാതൃസ്ഥാനത്ത് അഭിമാനത്തോടെ സ്വയം ശീർഷകത്തോടെ പരിലസിക്കുന്ന സ്വതന്ത്ര മലങ്കര സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ.